Dear students, welcome to Cyprus College. Cyprus College in the English class like Swagatham. Today we are going to take a lesson An Astrologer's Day. It is written by R.K. Narayan. It is the story about an astrologer. He works in busy town. അതായത് ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഒരു അസ്ട്രോളജറുടെ ലൈഫിലെ ഒരു ദിവസത്തെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. ഹി വർക്ക്സ് ഇൻ ബിസി ടൗൺ. അദ്ദേഹം ഒരു ആൾക്കാരൊക്കെ കൂടുതലായിട്ട് വരുന്ന ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ടൗണിലാണ് അദ്ദേഹത്തിൻ്റെ അസ്ട്രോളജർ ആയിട്ടുള്ള ആ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഹീ ഈസ് നോട്ട് എൻ അസ്ട്രോളജർ റിയലി. അതായത് അസ്ട്രോളജർ എന്ന് പറയുന്ന രീതിയിലുള്ള നോളേജോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരാളാണ് ഇദ്ദേഹം. പക്ഷെ പിന്നെ എങ്ങനെ അദ്ദേഹം ഒരു അസ്ട്രോളജർ ആവുന്നു? ഹി ട്രിക്സ് പീപ്പിൾ വിത്ത് ക്ലവർ ഗസ്സസ്. അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഗസ് വർക്ക് ചെയ്യാൻ അറിയായിരുന്നു. അതായത് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നതിനെ കുറിച്ചിട്ട് പറയാനുള്ള ഒരു കഴിവുള്ളത് കൊണ്ടാണ് അദ്ദേഹം എന്തായിട്ട് മാറിയത്? ഒരു അസ്ട്രോളജറായിട്ട് മാറിയത്. One day, a stranger named Guru Nayak challenges him. ഒരു ദിവസം, അതാണ് ആ ഒരു സ്റ്റോറിയുടെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഗുരു നായക് എന്ന് പറഞ്ഞൊരു വ്യക്തി, ഒരു സ്ട്രേഞ്ചർ, ആ സ്ട്രേഞ്ചർ വന്നിട്ട് ഇദ്ദേഹത്തെ ചാലഞ്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് കറക്റ്റ് ആൻസർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ പേ മോർ മണി എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ അസ്ട്രോളജർ ആ ഒരു ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യുകയും അസ്ട്രോളജർ റെക്കഗ്നൈസസ് ഹിം, ഗുരു നായകിനെ റെക്കഗ്നൈസ് ചെയ്യുന്നു. ഇദ്ദേഹത്തിൻ്റെ പേര് ഗുരുനായക് അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇയേഴ്സ് എഗോ ദ അസ്ട്രോളജർ ട്രൈ ടു കിൽ ഗുരുനായക്. അത് എന്തുകൊണ്ടാണ് ഇത് ഗുരുനായക് ആണെന്ന് മനസ്സിലായിട്ടുള്ളത്? വർഷങ്ങൾക്ക് മുൻപ് ഈ അസ്ട്രോളജർ കൊല്ലാൻ അല്ലെങ്കിൽ കൊന്നു എന്ന് അദ്ദേഹം വിശ്വസിക്കുന്ന വ്യക്തിയായിരുന്നു ഈ ഗുരുനായക്. അപ്പോൾ കുറേ ഇയേഴ്സിന് ശേഷം അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഈ ഗുരുനായക് വന്ന് പെടുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ആൾ മരിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യം എന്ത് ചെയ്യുന്നത്, റിയലൈസ് ചെയ്യുന്നത്. അങ്ങനെ അസ്ട്രോളജർ ആ ഒരു ആക്സെപ്റ്റ് സ്വീകരിക്കുകയും ഗുരുനായകിനോട് കാര്യങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്യാണ്. അസ്ട്രോളജർ ലൈസ് ദാറ്റ് ഹിസ് അറ്റാക്കർ ഈസ് ഡെഡ്. അങ്ങനെ അസ്ട്രോളജർ ഗുരുനായകിനോട് പറയാണ്, നിങ്ങൾ അന്വേഷിക്കുന്ന ആൾ, അതായത് ഗുരുനായക് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരാളെ അന്വേഷിക്കുന്നുണ്ട്, എനിക്ക് അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിയുമോ എന്നതായിരുന്നു ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഗുരുനായകിനോട് നമ്മുടെ അസ്ട്രോളജർ പറയാണ്, യുവർ അറ്റാക്കർ ഈസ് ഡെഡ്. അപ്പോൾ ഇനി നിങ്ങൾ എത്ര അന്വേഷിച്ചാലും എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടെത്താൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സോ യു റിട്ടേൺ ബാക്ക് ടു യുവർ വില്ലേജ്. നിങ്ങളുടെ വില്ലേജിലോട്ട് തന്നെ നിങ്ങൾ തിരിച്ചു പോകണം എന്ന് പറയാണ്. അപ്പോൾ ഗുരു നായക് ബിലീവ്സ് ഇറ്റ് ആൻഡ് ഗോസ് അവേ. അപ്പോൾ അത് വിശ്വസിച്ചുകൊണ്ട്, അസ്ട്രോളജർ പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? അയാൾ ബാക്ക് ടു വില്ലേജിലോട്ട് പോവാണ്. ഇയാൾ പോയപ്പോൾ നമ്മുടെ അസ്ട്രോളജർ എന്താവാണ്, സന്തോഷത്തിലാവാണ്. കാരണം അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടായിരുന്ന, അദ്ദേഹം ഒരു തെറ്റ് ചെയ്തു എന്നുള്ള വിശ്വാസത്തിലാണ് ഇത്രയും കാലം ആ വില്ലേജിൽ നിന്നും പോന്ന് ഇവിടെ ഒരു അസ്ട്രോളജറായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് ആ ഒരാളെ കൊന്നു എന്നുള്ള ആ ഒരു കുറ്റബോധം ഇല്ലാതാവുകയും ദ അസ്ട്രോളജർ ഗോസ് ഹോം ഹാപ്പിലി ആൻഡ് ഫീൽ സേഫ്. അതായത് ആൻഡ് സ്റ്റാർട്ട് എ ന്യൂ ലൈഫ്. അപ്പോൾ അദ്ദേഹം ഇതുവരെ തെറ്റ് ചെയ്തു എന്ന് വിശ്വസിച്ചിരുന്ന ആ തെറ്റ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാവുകയും പിന്നെ എന്ത് ചെയ്യാണ്? ദ അസ്ട്രോളജർ സ്റ്റാർട്ട്സ് എ ന്യൂ ലൈഫ്. അപ്പം ഇതാണ് ഈ അസ്ട്രോളജേഴ്സ് ഡേ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൻ്റെ സമ്മറി എന്ന് പറയുന്നത്. താങ്ക് യു.